മൂന്നാർ ടൗണിലെ കുറച്ച് കാഴ്ചകൾ കണ്ടാലോ? മൂന്നാർ ബസ് സ്റ്റാൻഡാണ് ഇത് കേട്ടോ. മൂന്നാറിലെ ബസ് സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ ഇതാണ്. പിന്നെ KSRTC ഡിപ്പോയുടെ ബസ് സ്റ്റാൻഡേ ഉള്ളേ. ആ വഴിക്ക് പോയാൽ നമുക്ക് ഗ്യാപ്പ് റോഡ് ആ റൂട്ടിലോട്ടൊക്കെ പോകാം കേട്ടോ. ഈ വഴിക്ക് അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് ടോപ്പ് സ്റ്റേഷൻ ഭാഗത്തേക്കൊക്കെ പോകാം. സായിപ്പ്മാരും മകന്മാരൊക്കെ ഇപ്പോഴും കുറേയൊക്കെ വരുന്നുണ്ട് കേട്ടോ. ആ കൊറോണയുടെ സമയം കഴിഞ്ഞപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ അവർ അധികം അങ്ങനെ വരുന്നില്ലായിരുന്നേ. ഇപ്പോൾ എന്നാൽ വരാൻ തുടങ്ങിയിട്ടുണ്ടേ. നമ്മളിപ്പോൾ മൂന്നാറാണ് കേട്ടോ. മൂന്നാറിലെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാൻ വിചാരിച്ചു. പിന്നെ നമുക്ക് സോളാറിൻ്റെയും ഇൻവെർട്ടറിൻ്റെയും വാട്ടർ ഹീറ്ററിൻ്റെയൊക്കെ വർക്കുള്ളത് അറിയാലോ. അപ്പം സോളാറിൻ്റെയൊക്കെ എന്തെങ്കിലുമൊക്കെ എൻക്വയറി വരുവാണ് എന്ന് പറയണേ. ഫോൺ നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട്, അതിലേക്കൊക്കെ വിളിച്ചാൽ മതി. നമുക്ക് അതിനെപ്പറ്റിയുള്ള കൂടുതലായിരുന്നു ഇപ്പോൾ പറയില്ല. നമുക്ക് കാഴ്ചകളിലേക്ക് പോയി നോക്കാം. മൂന്നാർ എപ്പോൾ വന്നാലും തിരക്കാണ് കേട്ടോ, നല്ല തിരക്കാണ്. ഇങ്ങോട്ടൊക്കെയാണ് ടോപ്പ് സ്റ്റേഷൻ്റെ ഭാഗത്തേക്കും കോളനി, മൂന്നാർ കോളനി ആ ഭാഗത്തേക്കൊക്കെ പോകുന്നു കേട്ടോ. ഇന്നിപ്പോൾ എന്താണ് ഇത്ര തിരക്ക് ഇവിടെ? ഭയങ്കരമായ തിരക്കാണല്ലോ. ഈ വഴിയിൽ ഒരുപാട് ടാക്സി ജീപ്പുകളൊക്കെ കിടപ്പുണ്ട് കേട്ടോ. പിന്നെ നേരെ പോയാൽ കോളനി ഭാഗത്തേക്കും അങ്ങനെയൊക്കെ അങ്ങോട്ടാണ് പോകുന്നത്. അപ്പം നമുക്ക് ഇവിടുന്ന് തിരിച്ച് അപ്പുറത്ത് ആ പാലം കയറി അങ്ങ് പോകാം. ഒരുപാട് ജീപ്പുകളുണ്ട് കേട്ടോ മൂന്നാർ. ഇവിടെ ഒരു നടപ്പാലമുണ്ടേ, അത് കയറി അപ്പുറം പോയാൽ നമുക്ക് മാർക്കറ്റ് ആ ഭാഗത്തൂടെയൊക്കെ അങ്ങനെ പോകണം. ഓട്ടോ സ്റ്റാൻഡ് ഒരു സൈഡിലൊക്കെ ഒത്തിരി കച്ചവടങ്ങളൊക്കെ ഉണ്ട്, പച്ചക്കറികൾ. അങ്ങനെ പോകണം. ഇവിടെ വേലി വെച്ചത് നമ്മൾ കണ്ടില്ല. പൂമാലകൾ, മുല്ലപ്പൂവുണ്ട്, ജമന്തിയുണ്ട്, എല്ലാത്തരം പൂക്കളുമുണ്ട്. പച്ചക്കറികൾ ഇവിടെയും ഉണ്ട് കേട്ടോ, നല്ല പൂമാലകളൊക്കെ. മസാലക്കടല, കടല എന്നാ വിലയാണോ? ഒരു വില. ഈ പാലത്തിനൊക്കെ എത്ര പഴക്കം ഉണ്ടാവില്ലേ? ഒരുപാട് വർഷത്തെ പഴക്കമുള്ള പാലമായിരിക്കും. അതുപോലെ എന്തുകൊണ്ടോ അവിടുന്നൊരു തോടൊഴുകി വരുന്നുണ്ടോ. ഈ പാലത്തിന് ചേർന്ന് അവിടെ ഒരു നടപ്പാതയും കൂടെ ഉണ്ട് കേട്ടോ. നടപ്പാലം താഴെക്കൂടെ. ബെഡ്ഷീറ്റാണോ ടേബിൾ ഷീറ്റാണ്, കർട്ടൻ അല്ലേ? ഈ പാലത്തിൻ്റെ ഈ സൈഡിലും ഉണ്ട് കുറേ കച്ചവടങ്ങളൊക്കെ. ഓക്കെ, ഇതെല്ലാം സാധനങ്ങളാണ് വിൽക്കാനിട്ടിരിക്കുന്നത്. തുണിത്തരങ്ങൾ, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഇതെന്നാണ്? എന്നാ പൊടി? ആ, കോല വിടുന്ന പൊടി അല്ലേ, കോലപ്പൊടി. കളറൊക്കെ ഉള്ളതുണ്ടോ? ആ, കൊള്ളാം. പിന്നെ ചീരയുണ്ട്, മുരിങ്ങച്ചപ്പുണ്ട്. ഇത് ചെടിയാണോ? ഇത് ആണോ? പനയുടെയോ? ഓ, പനന്തൈ. പച്ചക്കപ്പ. ആ, ഇവിടെയല്ലേ നല്ല പൂക്കളൊക്കെ ഇരിക്കുന്നത് അല്ലേ? ഇതുണ്ടോ? ഇവിടെ നിന്ന് ഇങ്ങനെ പോയാൽ അവിടെ ഒരു മാർക്കറ്റുണ്ട്, മൂന്നാർ മാർക്കറ്റ്. നമുക്ക് മാർക്കറ്റിനകത്തൊന്ന് പോയി നോക്കിയിട്ട് വരാം. ഓ, അനൗൺസ്മെന്റ് മൈക്കൊക്കെ കൊണ്ടുനടക്കാം കേട്ടോ. മൂന്നാർ മാർക്കറ്റിൽ നമുക്കൊന്ന് കയറി നോക്കാം. പഴങ്ങൾ, പച്ചക്കറികൾ
എല്ലാം നല്ല ഫ്രഷ് ഐറ്റം. ഇതാ വാഴപ്പഴങ്ങൾ, ചെറുപഴം, ആപ്പിള്, മാങ്ങാപ്പഴം, എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ. പഴങ്ങൾ തന്നെ ഒരു ഇന്ന ഇതുണ്ട്. ഈ സൈഡെല്ലാം പഴങ്ങളാണ്. മാതളം ഉപയോഗിക്കുന്നുണ്ടോ? മാതളം, മാമ്പഴമല്ല, സപ്പോട്ട. ഇതെന്നാ പഴമാണ്? ആ, സീതാപ്പഴം അല്ലേ? ആ, മുന്തിരിങ്ങ. വില കുറവാണോ പഴങ്ങളല്ലേ? പേരക്ക ഇപ്പോൾ വരുന്നുണ്ടോ? ഇത് ഇവിടുത്തെ പേരക്ക അല്ലെന്ന് തോന്നുന്നു. ബേക്കറി ഐറ്റംസ്, കടല, മിക്സർ ഒക്കെ ഉണ്ട് കേട്ടോ. ഇതുണ്ട്, ഈ ഐറ്റംസ് ഉണ്ടോ? നമ്മൾ ഈ എണ്ണയിലിട്ട് വറുത്തെടുക്കാവുന്ന ഐറ്റംസ്, പപ്പടം പോലത്തെ പപ്പടം ഐറ്റംസ്, ഗ്രീൻ പീസ് എല്ലാം നാടൻ ബീൻസാ അല്ലേ? ആ, പേരനാ അണ്ണൻ? പേരനാ സാദിഖ്. മുളകുണ്ടല്ലേ? ബട്ടർ ബീൻസ് ഉണ്ട്. ക്യാമറ ബട്ടർ ബീൻസ് അവിടെ. ആ, അതാണ് ബട്ടർ ബീൻസ് അല്ലേ? ആ, മറയൂരുള്ള മറയൂരോ അതോ വട്ടവട? മൂന്നാർ ബീൻസ്. ഇതാണ് കേട്ടോ ബട്ടർ ബീൻസ് എന്ന് പറയുന്നത്. ഏതാ ഇവിടുത്തെ ഉരുളക്കിഴങ്ങ്? ഏതാ? അതാണല്ലേ? മറയൂരോ അതോ വട്ടവടയോ? വെളുത്തുള്ളി. ഇതെവിടെ വിളയിപ്പിക്കുന്നത്? ആ, അവിടെ അല്ലേ? ആ, അതിൻ്റെ ഇടയ്ക്കല്ലേ? ശരി. ആ, നാടൻ പച്ചക്കറികൾ, മഷ്റൂം. മൂന്നാറിലെ മാർക്കറ്റൊക്കെ നമ്മൾ അങ്ങനെ വരാറില്ല കേട്ടോ. പച്ചക്കറി ഐറ്റംസ്, പാവയ്ക്കൊക്കെ ഇരിക്കുന്നുണ്ടോ? ഇവിടെയുണ്ട് കേട്ടോ പപ്പട ഐറ്റംസ്. ഇതുണ്ട്. ഇത് ചുണ്ടങ്ങയൊക്കെ കണ്ടോ? ചുണ്ടങ്ങ ഉണങ്ങിയിരിക്കുന്നത്. പാവയ്ക്ക. ഇതെന്ത് സാധനം? ഇതും ഒരു അല്ല, എന്നാലും ഇത് മുളകോ അണ്ണാ? ഇത് തന്നെയായിരുന്നു അണ്ണാ ഇത്? നെല്ലിക്ക പറഞ്ഞോ? മെതുക്ക അങ്ങനെയാ പറഞ്ഞു. ഇത് തോരപ്പരിപ്പാണോ? തോരപ്പരിപ്പല്ല, തോര കേട്ടോ. ഇത് മുളക്. ഇതൊക്കെ ഇങ്ങനെ ഫ്രൈ ഐറ്റംസ് സാധനങ്ങളാട്ടോ. ഇതുണ്ടോ ബട്ടർ ബീൻസ് ഇരിക്കുന്നത്? ഇവിടെയും ബട്ടർ ബീൻസ് ഇരിപ്പുണ്ട് ഇവിടെ. ഇതാണ് ഇവിടുത്തെ ബട്ടർ ബീൻസ്. തക്കാളിപ്പഴം. ഇതിനെന്താണ് പേര് പറയാന്നറിയോ? ഇത് ഈ പയറെന്നാ? ഇതിനെന്നാണ് പേര് പറയുന്നത്? പീച്ചങ്ങ. ആ, പീച്ചങ്ങ. അതെ. ഉണക്കമീനുകൾ, വെറ്റില, അടയ്ക്ക. ഇത് കാണിക്കാവോ എന്നറിയത്തില്ല, എങ്കിലും നല്ല തളിർ വെറ്റിലൊക്കെ ഉണ്ട്. വെളുത്തുള്ളി ഉണ്ടോ? വലിയ വെളുത്തുള്ളി. ഇതിവിടെ ഉള്ളതാണോ? അതെ. എവിടെ? മറയൂരാണോ? മറയൂരുള്ളി അല്ലേ? ആ, ഇത് സവോള പോലെയൊക്കെ വലിപ്പമുണ്ട് കേട്ടോ. ഇത് ചെറുതുമുണ്ടല്ലേ? ആ, ഉണക്കമീനുകൾ, പൊടിമീനുകൾ. ആ, കുഞ്ഞു പൊടിമീൻ അതെന്ത് മീനാ? അത് ചെമ്മീനാ അല്ലേ? കുടംപുളി. മാർക്കറ്റ് കയറി ഇഷ്ടംപോലെ ഓരോ സാധനങ്ങൾ. വീണ്ടും ഫ്രൂട്ട്സ്. ഇപ്പുറത്ത് ഇച്ചിരി വെയിൽ കൂടുതലാണ്ട് കളർ കിട്ടുന്നില്ല. ഇവിടെയാ കളർ കിട്ടുന്നു. ഇതാ പഴങ്ങൾ ഇഷ്ടം പോലെ. കദളിപ്പഴമൊക്കെ വേണം. കദളി, റോബസ്റ്റ, പിന്നെ നെല്ലിക്ക, മാങ്ങാപ്പഴമൊക്കെ ഇപ്പോഴുണ്ട് കേട്ടോ. ഇത് ഒരു കദളിപ്പഴം മൊത്തത്തിലിരിക്കുന്നുണ്ടോ? ഇത് ഫുൾ കദളി. ചെങ്കദളിന് പച്ചക്കദളി അങ്ങനെ കാണുന്നില്ല. പേരയ്ക്ക, മാതളം, ആപ്പിൾ. ഇനി തേങ്ങയും മുട്ടയൊക്കെ മേടിക്കാം. മുട്ടക്കടയിൽ തേങ്ങയുണ്ട്. ഇതാ ഇവിടെയുണ്ട് കേട്ടോ ബട്ടർ ബീൻസ്.
ഈ ബട്ടർ ബീൻസ് എന്നാ വിലയാന്നേ? 160. ആ, ഇതിവിടെ ഉള്ളതാണോ? ആ, ക്യാരറ്റ്. ഇതാ മധുരക്കിഴങ്ങ് ഉണ്ടോ? മധുരക്കിഴങ്ങെന്ന് പറയും, ചീനിക്കിഴങ്ങെന്ന് പറയും, ഓരോ നാട്ടിലും ഓരോ ഭാഷ. ഇത് ഷുഗറിനൊക്കെ നല്ലതാണേ. കടച്ചക്ക, ചോളം. ഇതാ വലിയ വഴുതനങ്ങ ഉണ്ടോ? ഇത്രയും വലിപ്പമുള്ള വഴുതനങ്ങ നമുക്കങ്ങനെ കാണാൻ കിട്ടുന്നില്ല കേട്ടോ. ഈ വലിയ വഴുതനങ്ങ എവിടുന്ന് വരുന്നതാണോ? കത്രിക്ക. പുള്ളി കച്ചവടത്തിൻ്റെ തിരക്കിലാണ്. നാടൻ തേങ്ങ, നെയ്ത്തേങ്ങ വേണമെങ്കിൽ ഉണ്ട്. ചെറിയ തേങ്ങ ഉണ്ടോ? നെയ്ത്തേങ്ങ പോലത്തെ തേങ്ങ. പിന്നെ വലിപ്പമുള്ള തേങ്ങയുണ്ട്. തേങ്ങയ്ക്ക് ഇപ്പം എന്നാ വില? 85 രൂപ അല്ലേ? ആ, ഇപ്പോൾ വില കൂടുതലാണ് എല്ലായിടത്തും. മാർക്കറ്റിലെ കാഴ്ചകൾ ഇത്രയൊന്നും അല്ല കേട്ടോ. പക്ഷേ നമുക്ക് ഇത്രയൊക്കെ ആകുമ്പോഴത്തേക്കും തന്നെ ഇത് കണ്ടത് തന്നെ പിന്നെയും കാണുന്ന ആ രീതിക്ക് തൽക്കാലം നമുക്ക് അപ്പുറത്തോട്ട് ഇനി മാറി വേറെ എന്തെങ്കിലും കിട്ടുമോ നോക്കാവേ. നല്ല ഭംഗിയുള്ള ഉടുപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ. ലേഡീസ് ആൻഡ് ജെൻസ് സാരി, ബ്ലൗസ് കണ്ടോ. ഇത് നല്ല കളർ ഭംഗിയല്ലേ കാണാൻ. പിള്ളേരുടെ ഉടുപ്പ്, വലിയവരുടെ ഉടുപ്പ്, അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ. ഇവിടെ നല്ല അവക്കാടോ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ കണ്ടില്ലായിരുന്നേ. അവക്കാടോ ഇരിക്കുന്നതാണ്. പപ്പായപ്പഴം, കപ്പളങ്ങാപ്പഴം എന്ന് പറയും കേട്ടോ. ഇവിടെയാണെങ്കിൽ ഇഷ്ടംപോലെ കമ്പിളി ഉടുപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ. ഈ മൂന്നാറിലൊക്കെ ഇപ്പോൾ തണുപ്പ് കാലം ആയതുകൊണ്ട് എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ. ഇതൊക്കെ വില തന്നെയാണ്? കൂടിയതും കുറഞ്ഞതും ഉണ്ടല്ലേ? ഉണ്ടല്ലേ? സൂപ്പർ ക്വാളിറ്റി. ആ, ഇപ്പോൾ ഇവിടെ തണുപ്പായതുകൊണ്ടല്ലേ? കൊള്ളാം കേട്ടോ. നല്ല സെറ്ററുകളും ഉടുപ്പുകളും എല്ലാം. എന്തോ? ആ, എത്ര കൊല്ലമായി? അതല്ലേ? ആ, കച്ചവടം എങ്ങനെയുണ്ട്? ഇവിടെ ചൂടാ. ഞാൻ അങ്ങോട്ട് പോയായിരുന്നു. മറ്റേ ടോപ്പ് സ്റ്റേഷൻ്റെ ഭാഗത്തൊക്കെ ഭയങ്കര തണുപ്പാണ്. അവിടെ എൻ്റെ അടുത്ത് കോട്ടിരിപ്പുണ്ട്, വായിക്കാൻ തിരിക്കുക. ആ, അതെ അതെ, താഴെ പോകും അല്ലേ? ഇപ്പോൾ അങ്ങനെ വന്നായിരുന്നു ഇവിടെ? 2 ദിവസം ഉണ്ടായിരുന്നു അല്ലേ? ആ, ഇപ്പം മാറിയല്ലേ? തുടങ്ങുമായിരിക്കും. ആ, ശരി എന്നാ. ഈ ഒരു സൈഡ് ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ടും ഈ സെറ്ററുകൾ വിൽക്കുന്ന കടയാണ്. ചില കടകളൊക്കെ തുറന്നുണ്ട്, ചില കടകൾ തുറക്കാതെ ഉണ്ട് കേട്ടോ. ഇതിൽ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അതാ കണ്ടോ, മൂന്നാർ ഡെയിലി വെജിറ്റബിൾ മാർക്കറ്റ്. നമ്മൾ അതിനകത്തായിരുന്നു കയറിയിട്ട് നമ്മൾ ഇപ്പുറത്തോടെ ശരിക്കും പറഞ്ഞാൽ ഇറങ്ങി വരായിരുന്നു. നമ്മൾ അപ്പുറത്തോടെ കയറി കേട്ടോ. ഇത് അതുപോലെല്ലാം ഒന്ന് തന്നെയാണ്. ഇവിടെ കണ്ടോ ഒരു മൂന്നാർ ഇസ് മൈ ഹോം എന്ന് പറഞ്ഞിട്ട് അത് വൃത്തിയായിട്ട് സൂക്ഷിക്കണമെന്നുള്ളതാണ്. ഇവിടെയും കംപ്ലീറ്റ് ഉടുപ്പുകളൊക്കെ വിൽക്കുന്നത്. അവിടെ ഒരു കണ്ടോ മുകളിലൊരു മുസ്ലിം ദേവാലയമൊക്കെ കാണാം. ചില സമയത്ത് മൂന്നാർ കാണാൻ നല്ല ഭംഗിയാണ്. അതാണ്. ഇവിടെയും പൂക്കളൊക്കെ വിൽക്കുന്നതാണവേ. മൂന്നാറിലൊക്കെ വന്ന ഇഷ്ടംപോലെ പൂക്കൾ ഇങ്ങനെ കാണാം. നമുക്ക് പൂവുണ്ടോ? നമുക്ക് കുറച്ചപ്പുറം വരെ പോവാം. അവിടം വരെ പോയിട്ട് തിരിച്ചു വരാവേ. എനിക്ക് പൂക്കൾ ഒത്തിരി ഇഷ്ടമാണ്. പൂക്കൾ ഇഷ്ടമായാണ് ഞാനത് എവിടെ കണ്ടാലും നിർത്തി കണ്ടിട്ടേ പോകുള്ളൂ. സ്റ്റാറുകൾ, ക്രിസ്മസ് ന്യൂ ഇയർ സ്റ്റാറുകൾ. സ്റ്റാർ ഇപ്പോൾ എല്ലായിടത്തും, നമ്മുടെ കട്ടപ്പന ടൗണിൽ മാത്രം അധികം സ്റ്റാറില്ല. മാതാമ്മമാരൊക്കെ കുറേ ഉണ്ട് കേട്ടോ. അപ്പോൾ മാതാമ്മമാരും സായിപ്പന്മാരൊക്കെ. ഇവിടെയും കമ്പിളി ഉടുപ്പുകളും തൊപ്പികളും നല്ല അടിപൊളി തൊപ്പിയൊക്കെ കിടക്കണം. ഇപ്പം സത്യം പറഞ്ഞാൽ ഇവിടെ ചൂടാട്ടോ. നേരത്തെ 2 ദിവസമായിട്ട് നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നെന്നാണ് പറഞ്ഞത്. ഇത് നമ്മളെ മറയൂർ പോകുന്ന വഴിയാണേ. മറയൂർ പോയിട്ട് വരുന്ന ബസ് അതാ, മൂന്നാർ വണ്ടി. അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ നല്ല ചായ കിട്ടും കേട്ടോ.
ഒരു ചായ ഒരു ബജ്ജിയൊക്കെ കഴിക്കാവേ. ഇവിടുന്ന് കൂടുതൽ ഫുഡ് മൂന്നാർ അങ്ങനെ കഴിക്കാൻ പറ്റത്തില്ല. അത് കാരണം ഇത് കണ്ടോ ട്രാക്ടർ വരുന്നു. വെയിൽ ഇച്ചിരി ഓവറാണെന്ന് തോന്നുന്നു കേട്ടോ. മറയൂരേക്ക് പോകുന്ന അടുത്തൊരു ബസ് നമ്മുടെ KSRTC ദേവു പുതുമൽപേട്ട. നല്ല തണ്ണി ആറ് ഒഴുകി വരുന്നതുണ്ടോ. നല്ല കിടിലം വെയിൽ. ഇവിടെ നല്ല ചായ കിട്ടും കേട്ടോ. നല്ല ഫ്രഷ് ചായയും ചെറുകടിയൊക്കെ ഉണ്ട്. ഒരു ചായ വിത്തോട്ട്. ആ ബസ് കിടക്കുന്നില്ലേ, അതിലേ അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് ടീം മ്യൂസിയം ഒക്കെ പോയി കാണാൻ പറ്റുമേ. പക്ഷേ ആ വഴിക്ക് നമ്മളിപ്പോൾ പോകുന്നില്ല. നേരത്തെ നമ്മൾ ആ വഴിക്ക് പോയിട്ടില്ല. നല്ല തണ്ണിയാറിൻ്റെ തീരത്തൂടെ അങ്ങനെ പോവാം. അവിടുന്ന് അങ്ങനെ ഒരു ചായയും ഒരു വാഴക്കാ ബജ്ജിയും മേടിച്ച് കഴിച്ചു കേട്ടോ. വാഴക്കാ ബജ്ജി ഞാൻ വിചാരിച്ചത് അത്ര ഫ്രഷ് ആയിരുന്നില്ല. അവിടെ എപ്പോഴും ഫ്രഷ് ആയിട്ടുള്ള കടികളൊക്കെ കിട്ടുന്നതാണ്. എന്നാന്നറിയത്തില്ല. ഞാനിപ്പോൾ ഈ വഴി വന്നാൽ അവിടെ കയറി ഒരു ചായയൊക്കെ കുടിക്കാറുള്ള. ഇവിടെ ഒരു കട ഉണ്ടോ, ലത ടെക്സ്റ്റൈൽസ്. ഇവിടുത്തെ ആ ഷോപ്പിൻ്റെ ഓണറുമായിട്ട് പരിചയപ്പെട്ടാണ് ഒരു സോളാറിൻ്റെ കേസിൽ ഞാനിവിടെ മൂന്നാറിൽ ആദ്യമായിട്ടൊക്കെ വരുന്നു കേട്ടോ. പക്ഷേ പുള്ളി മരിച്ചുപോയി. പുള്ളി ഇവിടുത്തെ വ്യാപാരി വ്യവസായി പ്രസിഡൻ്റൊക്കെ ആയിരുന്നേ. പുള്ളിയുടെ വീട്ടിൽ നമ്മൾ സോളാറൊക്കെ വെച്ചായിരുന്നു. അതിനുശേഷം ഇതിലെ വന്ന് ഞാൻ കുറച്ച് വർക്കുകളൊക്കെ ചെയ്തു. പക്ഷേ ഇപ്പോൾ കുറച്ചായിട്ട് ഈ വഴിക്ക് നമുക്കങ്ങനെ വർക്കൊന്നുമില്ല. വല്ലപ്പോഴൊക്കെ ഇതിലെ വന്നു പോകുന്നേ ഉള്ളൂ. നല്ല തിരക്കാണ് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ അങ്ങോട്ട് തിരിയുന്ന ആ വഴിക്ക് സൂര്യൻ ഓപ്പോസിറ്റ് ആയതുകൊണ്ട് ലൈറ്റിങ് കുറച്ച് പ്രശ്നമായിരിക്കും. മൂന്നാർ ടൗൺ പള്ളിയുണ്ടോ മേളിൽ? ടൗൺ പള്ളിയുടെ കുരിശുപള്ളി. ഞാൻ വണ്ടി നോക്കാതെ നടക്കുന്നതെന്ന് പറഞ്ഞിട്ട് വണ്ടി പുറയുന്നല്ലേ വരുന്നല്ലേ, മുന്നിന്നല്ലല്ലോ. പുറയുന്ന വരുന്ന വണ്ടിക്കാരൻ്റെ കണ്ണ് കാണുമല്ലോ. മറയൂര് ഉദുമൽപേട്ടയ്ക്കൊക്കെ പോകാൻ നടക്കാൻ തമിഴ്നാട് ബസ്സുണ്ട് കേട്ടോ. ഞാൻ അതുകൊണ്ട് ഇപ്പുറത്തോട്ട് ചാടിയതാണ്. പക്ഷെ അന്നേരം ഈ സൈഡിൽ നിന്നും വണ്ടിയുടെ വരവ് പക്ഷെ കൂടുതൽ തന്നെ. നമ്മുടെ ഒരു ബസ്സും കിടപ്പുണ്ട്, തമിഴ്നാടിൻ്റെ ഒരു ബസ്സും കിടപ്പുണ്ടേ. ഇത് കോയമ്പത്തൂർ പോകുന്ന വണ്ടി കേട്ടോ. മൂന്നാർ കോയമ്പത്തൂർ. അപ്പോൾ മൂന്നാറിന് കോയമ്പത്തൂരേക്കൊക്കെ ഡയറക്റ്റ് ബസ്സായല്ലേ. തമിഴ്നാടിന് പിന്നെ അങ്ങനെ ഒരു ദൂരപരിധിയൊന്നും കേട്ടോ. നമ്മുടെ ഇതിനാണ് ദൂരപരിധി. ഇത് കാന്തല്ലൂർ പോകാൻ കിടക്കുന്ന വണ്ടിയാണ്. വേണാട്. മൂന്നാർ ചെറിയ ടൗൺ ആണെങ്കിലും നടക്കാൻ കുറേ ഉണ്ട്. ചെറിയ ദൂരമൊന്നുമല്ല. ഹൈ റേഞ്ച് ഹോം അപ്ലയൻസിൻ്റെ കട കണ്ടോ. ഇവർക്ക് നമ്മുടെ ഇടുക്കി ജില്ലയിൽ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. ഒരുപാട് പ്രസ്ഥാനം എന്ന് വെച്ചാൽ ഇവരുടെ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസ് എന്ന് പറഞ്ഞത് അടിമാലി, ഇടുക്കി, കട്ടപ്പന, ഏലപ്പാറ, നെടുങ്കണ്ടം, മൂന്നാർ, രാജാക്കാട് എല്ലായിടത്തും ഉണ്ട്. അങ്ങനെ വന്നപ്പോഴാണ് ഈ ഒരു കാഴ്ച ഉണ്ടോ കേട്ടോ. ഒരു കൊക്കോ തൊണ്ട് പൊട്ടിച്ച് പകുതിയാക്കി വെച്ചേക്കുന്ന ഒരു ഇതുണ്ട്. നമുക്കിനിയിപ്പം കുറച്ച് നടക്കാനുണ്ട്. എന്നാന്ന് വെച്ചാൽ അപ്പുറത്തെ മൂലക്കട വരെ നടക്കണം. നമ്മുടെ വണ്ടി അവിടെ ആയിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വണ്ടി അവിടെ വെച്ചിട്ട് അവിടുന്ന് ബസ്സിൽ കയറി പട്ടവട വരെയായിരുന്നു പോയത്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ വണ്ടി അവിടെ ഇരിക്കുമല്ലയോ, അതവിടെ പോയി എടുക്കണം. എന്നിട്ട് വേണം ഇവിടെ വന്നപ്പോൾ ചെറിയ തണുപ്പൊക്കെ ഇങ്ങോട്ട് അടിക്കാൻ തുടങ്ങി. മൂന്നാറിൻ്റെ അപ്പുറത്തെ സൈഡ്, ആ പാലത്തിൻ്റെ അപ്പുറത്ത് അങ്ങോട്ടുണ്ടല്ലോ, ഭയങ്കര ചൂടാണ്. നല്ല തണ്ണിയാറിന് കുറുകെയുള്ളൊരു പാലമാണിത്. അപ്പുറത്തെ ഒന്ന് ഈ നല്ല തണ്ണിയാറ് മുതിരപ്പുഴയാറുമായിട്ട് കൂടി യോജിച്ച് പോകും കേട്ടോ. ഈ പാലം കിടന്ന് അക്കരെ കയറിയ മൂന്നാർ ടൗൺ ബസ് സ്റ്റാൻഡിലോട്ടൊക്കെ നമ്മളാ വീഡിയോ തുടങ്ങിയ ഭാഗത്ത് ചെല്ലുവേ. ടാറ്റയുടെ റിപ്പിൾ ടീ കണ്ടോ, ചായ് ബസാർ. അത് നല്ല
തേയിലപ്പൊടിയൊക്കെ അവിടെ കിട്ടുമേ. ഇതിൻ്റെ പുറകിലൊരു നല്ലൊരു ഗാർഡനൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്ന് കാണാൻ തന്നെ മാർഗം നോക്കും. ടൂറിസ്റ്റ് ബസ്സുകളുടെ കളിയാണ്. പിന്നെ പുറകിലുള്ള ഗാർഡൻ നമുക്ക് ഇങ്ങനെ കാണത്തുള്ളൂ കേട്ടോ. അല്ല പിന്നെ ഇച്ചിരി ഇങ്ങനെ പൊങ്ങി നോക്കിയാൽ കാണാം. വണ്ണക്സാക്കി നോക്കാം. ഇതാണ് ഗാർഡൻ. പക്ഷേ ഇപ്പോൾ പൂക്കൾ കുറവാണ്. ചില സമയത്തൊന്നും ഇഷ്ടംപോലെ പൂക്കൾ ഉണ്ടാവുമേ. ഇവിടെയൊക്കെ ഹോം മെയ്ഡ് ചോക്ലേറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഇങ്ങോട്ടെ നമുക്ക് കുറച്ച് കാഴ്ചകളൊക്കെ കിട്ടുന്നുണ്ട്. ഈ വഴി സൈഡിൽ കുറേ കമ്പിളി വിൽക്കുന്നവരൊക്കെ ഉണ്ട്. നല്ല ഫ്രഷ് ക്യാരറ്റൊക്കെ കണ്ടോ. മറയൂർ കാന്തല്ലൂർ ഭാഗത്തുനിന്നും വട്ടവടയിൽ നിന്നൊക്കെ കൊണ്ടുവരുന്നത്. ഇവിടെ വന്നപ്പോൾ ഒരു തെളിച്ചം കിട്ടാൻ തുടങ്ങി കേട്ടോ. എന്നാന്നറിയോ, ഈ മരങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇവിടെയും കമ്പിളി ഉടുപ്പൊക്കെ വിൽക്കുന്നവരുണ്ട്. ഇതിൽ ഫസ്റ്റ് ക്വാളിറ്റി സെക്കൻഡ് ക്വാളിറ്റി അങ്ങനെ പല ടൈപ്പ്. ഇത് കൂടുതലും സെക്കൻഡ് ക്വാളിറ്റി ഇവിടെ ഉള്ളത്. ഫസ്റ്റ് ഉണ്ട് കമ്പിളി ഉടുപ്പുകൾ. മൂന്നാറിലെ തണുപ്പ് മാറ്റാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഈ ചോക്ലേറ്റ് കടകളും ഉണ്ട്. പലതരം ചോക്ലേറ്റ് ഉണ്ടത്. പക്ഷെ എനിക്കത് അത്ര ഇഷ്ടമല്ല. കോട്ടുകൾ പിള്ളേരുടെ വലിയവരുടെ ഒക്കെ ഉണ്ട് കേട്ടോ. ഇവിടെയും ചോക്ലേറ്റ് കടകളൊക്കെയാണ്. ഉടുപ്പുകളുണ്ട്, തേയിലപ്പൊടി, ചോക്ലേറ്റ് ഐറ്റംസ്. ഇതാ നല്ല ഫ്രഷ് ക്യാരറ്റ്, മറയൂർ ക്യാരറ്റ്. ആ ക്യാരറ്റ് കാണുമ്പോൾ വീട്ടുകാർ പറയും ഞാൻ ക്യാരറ്റൊന്നും മേടിക്കാതെ വന്നെന്ന് പറയേ. പക്ഷേ അതുണ്ടല്ലോ, പറമ്പിൽ നിന്ന് പറിച്ചിട്ടൊക്കെ വേണ്ടി നമ്മൾ കണ്ടു കഴിഞ്ഞാൽ മേടിക്കല്ലേ. ഒരുമാതിരി ചോറ് പിടിച്ചാണ് കഴിക്കുന്നത്. അവർ കഴുകി വൃത്തിയാക്കി എടുക്കും. നമ്മൾ വട്ടവടയിലും കാന്തല്ലൂരൊക്കെ പോയി കഴിഞ്ഞാൽ ഇത് കഴുകാനുള്ളൊരു മെഷീൻ തന്നെ അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിലിട്ട് കഴുകിയിട്ടാണ് അവർ ഇതുപോലെ ക്ലീനാക്കി നമുക്ക് കൊണ്ട് തരുന്നത്. ഇവിടെ വണ്ടിയുടെ സർവീസ് പരിപാടികളൊക്കെ ഇവിടെയൊക്കെ ഒത്തിരി ഓഫ് റോഡും വണ്ടികളും പിന്നെ കാറ് കേടാവുന്നതൊക്കെ ഉണ്ടല്ലോ. ഈ വഴി സൈഡിൽ കുറേ ഫിറ്റർമാരൊക്കെ ഉണ്ടേ. അവരാണ് അതൊക്കെ നന്നാക്കുന്ന പരിപാടിയാണ്. ഇവിടെയും ഉണ്ട് ബീട്രൂട്ട്, ക്യാരറ്റ്, പൈനാപ്പിൾ, നെല്ലിക്ക, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് അവർ കച്ചവടത്തിനായിട്ട് വെച്ചിരിക്കുന്നത്. ഈ വൈഡാങ്കളിൽ ഇത് ഇടുന്നതുകൊണ്ടുണ്ടല്ലോ, ഇപ്പോൾ ആൾക്കാർ ഇതിനകത്ത് വെട്ടാലും വേറൊരു മോഡലായിട്ടേ കാണുള്ളൂ. ക്ലിയറായിട്ട് അങ്ങോട്ട് കിട്ടത്തൊന്നുമില്ലേ. പിന്നെ വിഷ്വൽസ് മൊത്തത്തിൽ കാണാൻ നല്ലൊരു ഭംഗിയായിരിക്കും. അതിൻ്റെ അകത്ത് വരുന്ന ആൾക്കാരൊക്കെ ഒരുമാതിരി കോടിയിരിക്കും. അല്ലെങ്കിൽ അടുപ്പിച്ച് ചെന്നെടുക്കണം. അടുപ്പിച്ചാണെങ്കിൽ ആളുടെ ക്ലിയറായിട്ട് കിട്ടും. ഇവിടെ നിന്നൊരു ചെറിയ കാഴ്ച കാണാവേ. ഈ മൂന്നാർ ആദ്യം ഒരു പാലം ഉണ്ടായിരുന്നു ഇവിടെ. സായിപ്പന്മാരുണ്ടാക്കിയ പാലമായിരിക്കും ഇതല്ലേ. നോക്കിയേ, അതിനപ്പുറത്താ പുതിയ പാലം. ഇതിനൊക്കെ എത്ര വർഷത്തെ പഴക്കം കാണുമെന്ന് ആലോചിച്ച് നോക്കിയേ. ഇതൊക്കെ ഏതോ ഒരു മഴക്കാലത്ത് പോയതാ അല്ലേ. അതിൻ്റെ പില്ലറൊക്കെ ഇപ്പോഴും ഉണ്ട് അവിടെ. ഒരു സ്വിഫ്റ്റ് ബസ് പോകുന്നുണ്ടോ, അത് ബാംഗ്ലൂരേക്ക് പോകുന്നതാണ് മൂന്നാറിൽ നിന്നും. ഇവിടെ നിന്നാണ് പോതമേട്, തേക്കടി, ദേവികുളം, കൊച്ചി റോഡ് സെക്ഷൻ തിരിയുന്ന കേട്ടോ. മൂന്നാറിൽ വന്ന വേസ്റ്റ്, പ്ലാസ്റ്റിക് വേസ്റ്റ് കൊണ്ട് നിർമ്മിച്ച ഒരു പാർക്കായിരുന്നു ഇത് കേട്ടോ. പക്ഷേ ഇപ്പോൾ ഇതെല്ലാം കൂടെ പള്ള പിടിച്ചെല്ലാം കൂടെ ഇങ്ങനെ കിടക്കുക കേട്ടോ. പടയപ്പനൊക്കെ നിൽക്കുന്നുണ്ട്. കുപ്പിയുണ്ട്, പ്ലാസ്റ്റിക് കുപ്പി കൊണ്ട് ഉണ്ടാക്കിയ പടയപ്പന. കുറച്ച് പിള്ളേരൊക്കെ ഉണ്ട് ഇവിടെ. അതിനുള്ള തീവണ്ടി, പഴയ മൂന്നാറിൻ്റെ ആ തീവണ്ടി എഞ്ചിനുണ്ട്. അതുപോലെ തന്നെ ഒരു കാട്ടുപോത്ത് പറഞ്ഞിരിക്കുന്നുണ്ടോ. ഈ കാട്ടുപോത്തിനെ കണ്ടോ. ഇതൊക്കെ ഇതും കൊണ്ടുണ്ടാക്കിയാണ്. ഒരു മരം കണ്ടോ. ഈ മരം നിർമ്മിച്ചതും മരവും മരം കൊത്തിയ കിളിയുടെ വായിലൊരു കുപ്പിയിരിക്കുന്നു. മുതലപ്പുഴയാറിന് കുറുകെയുള്ള പാലത്തേലൊരു തമിഴ്നാട് വണ്ടി കിടപ്പുണ്ട്. പാലത്തേൽ അങ്ങനെ വണ്ടി കയറ്റിയിടാവോ. ഒരു തണലത്ത് അവിടെ കൊണ്ടിട്ടിരിക്കുക കേട്ടോ. രസമുണ്ട് കാണാൻ. തേനി ബസ്സാ.
പുഴയിൽ വെള്ളമില്ല കേട്ടോ, വെള്ളം വളരെ, പക്ഷെ താഴെ ഡാമിൽ വെള്ളമുണ്ട്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ആ ഡാമിൻ്റെ അടുത്തായിരുന്നു, ഹെഡ്വർക്ക് ഡാമിൻ്റെ, അതിനകത്തൊരു നന്നായിട്ട് വെള്ളമുണ്ട്. അക്കരെയൊക്കെ കണ്ടോ കുറേ വീടുകളൊക്കെ. അതിലേ കിടക്കുന്ന ആ ഒരു വഴിക്ക് പോയാൽ മൂന്നാറിലെ ഒരു പഴയ ഒരു കെട്ടിടം അവിടെ ഉണ്ട്, ലോഡ്ജ് ഹെദർ എന്ന് പറഞ്ഞിട്ട്. ഇപ്പം നമ്മളങ്ങോട്ട് പോകുന്നില്ല. അപ്പോൾ ആ തേനി ബസ് ഇളപ്പൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ പോവാം കേട്ടോ. ഒരു പൂച്ചക്കാരും മണി കെട്ടുമെന്ന് ചോദിച്ചിട്ടുണ്ടോ? പൂച്ചയ്ക്ക് മണി കെട്ടിയേക്കുന്നുണ്ടോ? എന്നാടാ നിനക്കാരാ മണി കെട്ടിയേ? മണി കെട്ടിയേ? ഇനിയിപ്പോൾ നമ്മൾ പഴയ മൂന്നാർ എത്തി കേട്ടോ. പക്ഷെ വെയിൽ വേറെ ഓപ്പോസിറ്റ് വരുന്നതുകൊണ്ട് കാണുന്ന കാഴ്ചകൾ അത്രത്തോളം വ്യക്തമാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടുന്ന് വലത്തോട്ട് തിരിഞ്ഞ് കയറിയാലേ മൂന്നാറിലെ 120 വർഷം പഴക്കമുള്ള CSI പള്ളി ഉണ്ട് കേട്ടോ. നമുക്ക് ചുമ്മാ ഒന്ന് കയറി പോയി നോക്കിയിട്ട് വരാം. റോഡൊന്ന് ക്രോസ് ചെയ്യാൻ നോക്കിയിട്ട് പറ്റുന്നില്ല, വണ്ടി ഇങ്ങനെ ചറവറ വന്നുകൊണ്ടിരിക്കും. പെട്ടിമിടി ഫോറസ്റ്റ് സ്റ്റേഷൻ മുകളിൽ 700 മീറ്റർ ദൂരമുള്ളൂ. അതിലേ വേണേലും കയറി പോയിരുന്നല്ലേ. അതിലേ ഒരു ചെറുവഴി ഉണ്ടായിരുന്നേ, വേണമെങ്കിൽ കയറാതെ. ഇവിടെ എല്ലാം വഴിയുണ്ട്, പക്ഷേ അല്ല അതൊരു വീട്ടിലോട്ടുള്ള വഴിയല്ലേ. ഇതാണെന്ന് തോന്നുന്നു പള്ളിയിലോട്ടുള്ള വഴി. നമുക്ക് ഇതിലേ കയറി പോയാലോ? പിള്ളേരൊക്കെ ഇതിലേ കയറി പോകുന്നു. മോളിൽ പള്ളി. മൂന്നാർ CSI ചർച്ച് നിരീക്ഷിക്കുന്നത്. പള്ളി മുറ്റത്ത് നിന്ന് നോക്കിയാലേ ഈ പഴയ മൂന്നാർ മൊത്തം കാണാം കേട്ടോ. സായിപ്പ്മാരുടെ ബുദ്ധി കാഞ്ഞ കുത്തിയായിരുന്നേ. ഇവിടെ ഒന്ന് നോക്കിയാൽ അവർക്കെല്ലാം കാണണം. അതിനാ പള്ളി ഇവിടെ വെച്ചേ അല്ലേ കേട്ടോ. പഴയ മൂന്നാർ മൊത്തത്തെ നമുക്ക് കാണാം. CSI ക്രൈസ്റ്റ് ചർച്ച്. മുകളിൽ സെമിത്തേരി ഉണ്ട്. അങ്ങോട്ടേക്ക് ആൾക്കാർക്ക് പ്രവേശനമില്ല, അവിടെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്, വിസിറ്റേഴ്സ് നോട്ട് അലോഡ്. ഇനി നമുക്ക് പുറത്തേക്ക് പോവാം, ഈ വഴി പുറത്തേക്ക് പോവാം അല്ലേ. ഇവിടെ വൈകിട്ടാണെങ്കിൽ നല്ല രസം കേട്ടോ. എന്തേരം ബൾബുമാലകൾ അവിടെ തൂക്കിയിട്ടൊക്കെ നോക്കി ഇത് കേട്ടോ. ഇതെല്ലാം കൂടെ കത്തിക്കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും കാണാൻ. പക്ഷേ ഇപ്പോൾ പകല കത്തിച്ചിട്ട് കാര്യമില്ല. മൂന്നാറിലെ GATP സ്കൂൾ മൂന്നാർ. ഇത് 1918 സ്കൂളാണ് കേട്ടോ. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ സ്കൂള് 1924 വലിയ വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടായത്. അപ്പോൾ അതിനും മുമ്പേ ഈ സ്കൂൾ ഇവിടെ ഉണ്ടായിരുന്നു അല്ലേ. സായിപ്പ്മാർ ഇവിടുത്തെ തൊഴിലാളികളുടെ പിള്ളേർക്ക് പഠിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ സ്കൂളാണ്. അപ്പോൾ അത്രയും പഴക്കമുള്ള ഒരു സ്കൂളാണ് ഇതല്ലേ. ഇതുണ്ട്, ഇതിൻ്റെ കോമ്പൗണ്ട് ഇതാണ്. അതിൻ്റെ ഫ്രണ്ട് വശം അപ്പുറത്താണ്, നമുക്കതിലേ പോകുമ്പോൾ കാണാം. ഇത് സ്കൂളിൻ്റെ കെട്ടിടമാണ്. ഈ സൈഡിലുള്ള പച്ച കേട്ടോ. ഇപ്പുറത്തോട്ട് റിസോർട്ടൊക്കെയാണ്. ഇതാണോ സ്കൂളിലോട്ട് ഇറങ്ങുന്ന വഴി? അല്ല, ഇതാ റിസോർട്ടിലോട്ടൊക്കെ പോകുന്ന വഴിയാണ്. ഇപ്പോൾ സ്കൂൾ വിട്ട സമയമായതുകൊണ്ട് ഉള്ള പിള്ളേരാണ്. ഇതിപ്പോൾ ഒരു പകുതി തെളിഞ്ഞും കാണാം, പകുതി തെളിയാതെയും കാണാം. അങ്ങനെയാണേ, എങ്ങനെ ക്ലിയറായി കിട്ടുമെന്നറിയില്ല. സ്കൂളിൻ്റെ കവാടം ഇതാട്ടോ. അത് ഹൈസ്കൂളാണേ, ഹൈസ്കൂൾ മൂന്നാർ. ഇതാണ് മൂന്നാറിലെ ഹൈസ്കൂൾ കേട്ടോ. മതിൽക്കെട്ടിൻ്റെ മുകളിൽ കൂടെ ഒക്കെ കയറി ഇതാ സ്കൂളിൻ്റെ ഒക്കെ എടുക്കുന്നത്. നേരെ എടുക്കത്തല്ല, അവിടെ പെൺകുട്ടികളും അതൊക്കെ ഉണ്ട് കുറേ. നമ്മൾ അവരുടെയൊക്കെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തിടേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു സൈഡിൽ കൂടെ പോയി എടുത്തത്. ഈ വെയിലത്തെ ഇളം വെയിലാണെങ്കിൽ, ഇപ്പോൾ പോക്ക് വെയിലാണെങ്കിലും ഉണ്ടല്ലോ, ഇനിയിപ്പോൾ നല്ല ചൂടാണ്. മൂന്നാർ തണുപ്പാണ്. ഏത് പോട്ടനാണ് പറഞ്ഞതെന്ന് എനിക്കറിയാൻ മേലാതെ.
കാരണം ഇവിടെ ഇപ്പോൾ ഒരു നല്ല ചൂടാണ്. നമ്മൾ ആ വട്ടവട ഭാഗം പോയില്ലേ, ആ വഴിക്ക് പോയപ്പോഴായിരുന്നു തണുപ്പ്. ഞാൻ നേരത്തെ പറഞ്ഞോന്ന് എനിക്കറിയില്ല. അവിടെ ആ എക്കോ പോയിൻ്റ് അവിടെ നാട്ടുപള്ളിയുടെ അവിടെയൊക്കെ ആയിട്ട് നല്ല തണുപ്പായിരുന്നു. ഈ ഒരു സൈഡ് ഇങ്ങനെ എടുക്കുള്ളൂ, അപ്പുറത്തെ സൈഡ് നിഴലാട്ടോ. അപ്പോൾ ഇതിൻ്റെ പുറവശത്ത് അപ്പുറത്ത് വാഹനങ്ങളൊക്കെ, ഇവിടെ വരുന്ന വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യുന്നൊരു ഗ്രൗണ്ടാണേ. അത് എനിക്ക് തോന്നുന്നത് പഞ്ചായത്തിൻ്റെ മറ്റോ ഇതിലുള്ളൊരു ഗ്രൗണ്ടാണ്. ഇതാകട്ടോ, അതിൻ്റെ ഉള്ളിൽ ഒരുപാട് വാഹനങ്ങൾ കിടപ്പുണ്ട്. നേരത്തെ അവിടെ ഒരു ചെറിയ പാർക്ക് പോലത്തെ സ്ഥലമൊക്കെ ആയിരുന്നേ. ഇപ്പോൾ അത് മാറി പാർക്ക് അപ്പുറത്തോട്ട് മാറ്റി. ഗവൺമെൻറ് LP സ്കൂൾ 1949 അത് നിർമ്മിച്ചത്. ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു ഗ്രൗണ്ട് കേട്ടോ. അതിനുള്ളിൽ കംപ്ലീറ്റ് ടൂറിസ്റ്റ് വാഹനം, അല്ല ഈ രാത്രി പോകുന്ന കുറേ ബസ്സുകളൊക്കെ ഉണ്ട് അതിനകത്ത്. ഈ വഴിക്ക് പോയാൽ കുറച്ച് കടകളൊക്കെ ഉള്ളൂ, സ്പൈസ് ടീ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. അതിലെ അങ്ങനെ പോയാൽ നമുക്ക് ആ തേയിലക്കാട്ടിലോട്ടൊക്കെ കയറി പോവാവേ. എസ്റ്റേറ്റിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന വഴിയാണ്. പക്ഷെ നമ്മളിപ്പോൾ അങ്ങോട്ട് പോകുന്നില്ല. മൂന്നാറിലെ കുറേ കാഴ്ചകൾ കാണണമെന്നൊക്കെ ആൾക്കാർ. ഇതിൻ്റെ ഉള്ളിലൊരു പാർക്കുണ്ട് കേട്ടോ. പക്ഷെ അതിൽ ഇപ്പോൾ വലിയൊരു ആക്ടിവിറ്റി ഒന്നും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. കേട്ടോ, പിള്ളേരുടെ കുറേ കളി ഉപകരണങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഇതൊരു മൂന്നാർ റിവർ ബാങ്കിൻ്റെ കീഴിലുള്ള ഒരു ചിൽഡ്രൻസ് പാർക്കാണേ. ഇതാണ് ടിക്കറ്റ് കൗണ്ടറൊക്കെ 25ഉം 15ഉം ഉള്ളിലേക്കൊക്കെ പോകുന്നതിന്. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇന്ന് രാവിലെ നടക്കാൻ പോയില്ല കേട്ടോ. അതിന് പകരമുള്ള ഒരു നടപ്പായിട്ട് കൂട്ടിയാൽ മതി ഇതല്ലേ. അപ്പോൾ വൈകുന്നേരമായിപ്പോയി നടക്കുന്നു മാത്രം. മൂന്നാർ നമ്മൾ അപ്പുറം വട്ടവട പോയിട്ട് വന്നിറങ്ങിയിട്ട് രണ്ടാം വീഡിയോ ആയിട്ട് ഇപ്പം ഞാനൊരു 4-5 കിലോമീറ്റർ ഇതിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നേ. ഈ ഒരു പൂമരം നിൽക്കുന്നുണ്ട്. ഇതിൻ്റെ കീഴെ കൂടെ അങ്ങോട്ടൊരു നല്ല റോഡുണ്ടേ. കണ്ടോ, നല്ല ഭംഗിയില്ല കാണാൻ. ഇവിടെ ഒരു സ്റ്റാച്ചു ഒക്കെ കാണാവേ. ഇതിനൊരു സംഭവം ഉണ്ട്, വാർ മെമ്മോറിയലിൻ്റെ ആണേ. ഇവിടെ ഒരു ലൈവ് ചോക്ലേറ്റ് ഫാക്ടറി ഉണ്ട് കേട്ടോ. അതെങ്ങനെയാണെന്ന് അറിയില്ല. ഇപ്പം നമ്മൾ മൂന്നാർ മൂലക്കര എത്തി കേട്ടോ. അതുകൊണ്ട് ഒരു അമ്പലം, ഒരു മുരുകൻ കോവിലല്ലേ, അമ്മൻ കോവിലാണ്. ഇവിടെ വന്നപ്പോൾ മാരക തിരക്കാട്ടോ. ഇതുകൊണ്ടോ ഇതിലെ നമുക്ക് മാങ്കുളമൊക്കെ പോകാട്ടോ. ലക്ഷ്മി എസ്റ്റേറ്റ് 9 കിലോമീറ്റർ, മാങ്കുളം 28 കിലോമീറ്റർ. അത് ഈ ഒരു വഴിക്കാണ് പോകുന്നത്. ഇത് വെയില അവിടെ നിന്ന് ഇങ്ങോട്ടായതുകൊണ്ട് നമുക്ക് അങ്ങോട്ടുള്ള കാഴ്ചകൾ ഒന്നും കിട്ടില്ല. ഇപ്പോൾ തിരിഞ്ഞു നോക്കിയാൽ മാത്രമേ കിട്ടുള്ളൂ എന്തെങ്കിലും. ലൈറ്റിങ് അങ്ങോട്ടാണ് മൊത്തം. മൂന്നാർ KSRTCയുടെ അവിടെ എത്തി കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ ഇവിടെ നിന്നൊക്കെ തുടങ്ങുമ്പോൾ ഞാൻ പറഞ്ഞായിരുന്നേ, ഇവിടെ നമുക്ക് സ്റ്റേ ചെയ്യാനുള്ള ബസ്സൊക്കെ ഉണ്ട്. അതാ ഈ നീലവണ്ടികളൊക്കെ കിടക്കുന്നത്. അതിന് മുകളിൽ വെള്ളം സംവിധാനം എല്ലാം ഉണ്ട് കേട്ടോ. നമ്മൾ റൂം എടുത്ത് വെറുതെ പൈസ ഓവർ കളയേണ്ട ആവശ്യമില്ല. എവിടെയെങ്കിലും നമ്മൾ വന്നാൽ വൈകിട്ട് ഇവിടെ ഒന്ന് കിടക്കാം. രാവിലെ ഇവിടുന്ന് തന്നെ അങ്ങോട്ട് പല വഴിക്കും ബസ്സുണ്ട്. ഇവരുടെ സൈറ്റ് സീയിങ് എന്ന് പറഞ്ഞുള്ള ബസ്സൊക്കെ ഉണ്ടേ മൂന്നാറിന്. അതിന് കയറി നമുക്ക് വട്ടവടയ്ക്കോ അല്ലെങ്കിൽ കാന്തല്ലൂരിനോ, ഇനി ഇവിടുന്ന് ഡബിൾ ഡെക്കർ ബസ്സുണ്ട്. അതിപ്പോൾ ഇവിടെ കണ്ടില്ല. ഞാൻ ആദ്യം നമ്മൾ ഇതിന് മുമ്പുള്ള വീഡിയോ സ്റ്റാർട്ട് ചെയ്ത സമയത്തും അത് കാണാൻ കിട്ടിയില്ല കേട്ടോ. അപ്പോൾ അത് ഉണ്ടോ ഇല്ലയോ ഇപ്പോൾ അങ്ങനെ എന്തുകൊണ്ടാണ് കാണാത്തത്? അതുപോലെ ഇവിടുന്ന് ലോങ് ട്രിപ്പ് ബസ്സൊക്കെ ഇഷ്ടം പോലെ ഉണ്ടേ. തമിഴ്നാട്ടിലോട്ടും കർണാടകത്തിലോട്ടും ആന്ധ്രയിലോട്ടില്ലെന്ന് തോന്നുന്നു കേട്ടോ. തമിഴ്നാടിൻ്റെ പല സ്ഥലത്തേക്കും ഉണ്ടേ. ഡബിൾ ഡെക്കർ അവിടെ കിടപ്പുണ്ട് കേട്ടോ. ഞാൻ ഇല്ലെന്നും പറഞ്ഞ് വരുമായിരുന്നേ. അപ്പോൾ അതിനൊന്ന് കണ്ടിട്ട് വരാം. നാളെ നമ്മളൊന്ന് വഴിക്കുന്ന കണ്ടായിരുന്നേ. ഇപ്പോൾ ഇവിടെ കിടപ്പുണ്ട്. ഞാൻ സമയത്തിന് കാര്യം പറഞ്ഞ വിഷയമാക്കല്ലേ. എനിക്കിനി തിരിച്ച് കട്ടപ്പന ചെല്ലണ്ടേ. ഇത് പോയിട്ട് വരണമെങ്കിൽ ഒരു 2-3 മണിക്കൂർ പിടിക്കും കേട്ടോ. മൂന്നാറിലെ ഡബിൾ ഡെക്കർ ബസ് ഇതിപ്പോൾ നിറച്ച ആൾക്കാരായിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കയറി നോക്കാം അല്ലേ. മുകളിലൊന്ന് കയറി നോക്കാം, എന്നിട്ട് ഇറങ്ങിപ്പോരാം.
നമ്മൾ ജസ്റ്റ് ഒന്ന് കയറി നോക്കി കേട്ടോ. പക്ഷേ ഇവിടുന്ന് 4 മണിക്ക് പോയാൽ അതിന് തിരിച്ച് 7 മണിക്ക് വരുവുള്ളേ. ഒരു 6 മണിക്കൊക്കെ വരുമായിരുന്നെങ്കിൽ ഇറക്കായി നോക്കാമായിരുന്നു. അല്ലെങ്കിൽ നമ്മൾ സ്കൂട്ടർ എടുക്കാതെ വന്നായിരുന്നെങ്കിൽ അപ്പുറത്തെ വഴിക്കൂടെ നമുക്കങ്ങ് പോകാമായിരുന്നു. എവിടാ നെടുങ്കണ്ട റൂട്ടിലേ. പിന്നെ ഇവിടുന്ന് രാവിലെ 9 മണിക്ക് സ്റ്റാർട്ടിങ് കേട്ടോ. പിന്നെ ടിക്കറ്റ് 200-400 അല്ലേ? ആ 200-400 ആണോ 200-300 ഞാൻ ചോദിക്കാൻ മറന്നുപോയി. അപ്പോൾ നമ്മുടെ സ്കൂട്ടർ അവിടെ പൊരിവെയിലത്ത് അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. രാവിലെ വെച്ചിട്ട് പോയതാ. ഇവിടെ ഇതാ വെളുത്തുള്ളിയൊക്കെ വില കുറച്ച് വിൽക്കുന്നു. അവരും വിറ്റ് മടുത്തെന്ന് തോന്നുന്നു. മൂന്നാറിലെ യുക്കാലി ഫോറസ്റ്റ്. നേരത്തെ ഇവിടെയൊക്കെ ഇറങ്ങാമായിരുന്നു കേട്ടോ. ഇപ്പോൾ ഇറങ്ങാൻ പറ്റില്ല. ആനച്ചാലിലെ ഗ്ലാസ് ബ്രിഡ്ജ് ഒന്ന് കാണാൻ പോകാം നമുക്ക്. കയറാൻ പറ്റുമെന്നൊന്നും അറിയത്തില്ല. അതുകൊണ്ട് ആ കാണുന്ന കേട്ടോ. അത് കണ്ടോ, നമുക്ക് ഇവിടെ നിന്ന് വലിയിച്ച് നോക്കാം. ഇത്ര നമുക്ക് ഇടുന്നുള്ളൂ. അതിൻ്റെ മുകളിലൊക്കെ ആൾക്കാരുണ്ട് കണ്ടോ നിൽക്കുന്നത്. ഇപ്പോൾ പോകേണ്ടത് ഈ വഴിക്കോട്ടെ കേട്ടോ. ഇത് പുതിയ റോഡൊക്കെ ഒരു വെട്ടിയിരിക്കുന്നതാണ്. അങ്ങനെ നമുക്ക് കയറി അതായത് അവിടം വരെ ഒന്ന് പോയിട്ട് വരാം. കയറാൻ പറ്റുമല്ലോ എന്ന് അറിയത്തില്ല. പറ്റുമെങ്കിൽ കയറാം, ഇല്ലെങ്കിൽ ചോട്ടിൽ നിന്നൊക്കെ അവിടുന്ന് കണ്ടിട്ട് വരാം. അതേ നടപടിയുള്ളൂ. മൂന്നാറിലെ പുതിയ ഗ്ലാസ് ബ്രിഡ്ജ് കാണാൻ വേണ്ടി വന്നതാണ്. എൻ്റെ അവനെ ഇവിടുത്തെ റോഡാണ് ഭയങ്കര. ഇപ്പോൾ താഴോട്ടൊക്കെ ഭയങ്കര പൊട്ടി ഇറക്കമൊക്കെയാണ്. എങ്ങനെയൊന്ന് കയറിപ്പോയി ഇറങ്ങിപ്പോകുമെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഞാനിവിടെ കയറി വരികയും ചെയ്തു. നടന്നു വന്നാൽ മതിയായിരുന്നു. ആ കാണുന്നതാണ് ബ്രിഡ്ജ്. അവിടെ വരെ നമുക്ക് വണ്ടി ഞാൻ ഇവിടെ വെച്ച് ഇവിടെ എങ്ങനെ ഇരിക്കട്ടെ. ഇവിടുന്ന് അങ്ങോട്ടൊരു ഭയങ്കര കയറ്റമാണ്. കയറ്റം മാത്രമല്ല, താഴോട്ട് ഭയങ്കര ഇറക്കമാണ്. അവിടെ 2 വളവുണ്ട് പൊടിയും. ഇത് നമ്മുടെ വാഗമണിലേക്കാട്ടി വലിയ ബ്രിഡ്ജ് കേട്ടോ. അവിടെ ഇപ്പോൾ ഇച്ചിരി തിരക്കായതുകൊണ്ട് നമ്മൾക്ക് അതിന് മണ്ടയിൽ ഇപ്പോൾ കയറ്റാൻ നടക്കും തോന്നില്ല കേട്ടോ. 500 രൂപ ടിക്കറ്റൊക്കെ. 500 രൂപ ടിക്കറ്റ് കൊടുത്ത് കയറാൻ പറ്റില്ല. റിജോയി ഉണ്ട് നമ്മുടെ ഒരു പരിചയക്കാരൻ. പുള്ളിയോട് പറഞ്ഞിട്ടുണ്ട് ചിലപ്പോഴാണെങ്കിൽ നടക്കുമായിരിക്കും. നോക്കാം. ബ്രിഡ്ജ് ഭയങ്കര ഹൈപ്പാട്ടോ. ഞാൻ കയറിയില്ലെങ്കിലും ഉണ്ടല്ലോ വാഗമണിലൊക്കെ. പക്ഷേ ഇതിനൊരു അഡീഷണൽ ഒരു കുത്തുകാലുണ്ട്. വാഗമണിൽ അങ്ങനെ കുത്തുകാലല്ല, റോപ്പിൽ മാത്രമാണ് നിൽക്കുന്നത് ഇങ്ങനെ. ആ റോപ്പ് ശരിക്കും പറഞ്ഞാൽ കരയിലാണ്. ഇത് നീളം കുറവാണോ എന്ന് എനിക്ക് സംശയമുണ്ട് വാഗമണിൽ. അറിയത്തില്ല, നമ്മൾ കയറാത്തതുകൊണ്ട് അതിൻ്റെ കൃത്യം അറിയത്തില്ല. ഏതായാലും കുറേ ആൾക്കാരുണ്ട്. അവരും പറഞ്ഞ ആൾ തിരക്കുള്ളപ്പം തിരക്ക് കുറയുമ്പോൾ വരാനൊക്കെ പറയുന്നത്. അല്ല നമുക്കിപ്പോൾ അത് അങ്ങനെ ചെയ്യണോ? അവർക്കല്ലേ നമ്മളത് ചെയ്താലുള്ള ഗുണമുള്ളൂ. വേറെ ആർക്കും ഇല്ലല്ലോ അല്ലേ. ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ അടിയിൽ നിന്ന് ഇവിടെ നമുക്കൊരു കാഴ്ച കിട്ടുന്നുണ്ട് കേട്ടോ. ഇതുകൊണ്ട് ഇങ്ങനെ കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ അടിവശം കിട്ടുമേ. താഴേന്ന് ഇവിടുന്ന് സൂം ചെയ്യാം. ഇപ്പോൾ അവിടെ ആൾ കുറവാണ്. ഇതൊന്നും നമുക്ക് വാഗമണ്ണിൽ എടുക്കാൻ കിട്ടുകയില്ല. $150 മീറ്റർ ആ ഒരു തൂണേന്ന് ഇങ്ങോട്ട് തള്ളി നിൽക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടോ നമുക്ക് വാഗമണ്ണിൽ ഇതുപോലുള്ളൊരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഇത് കിട്ടത്തില്ല. ഇത് പക്ഷേ ഇവിടുന്ന് നമുക്ക് നല്ല താഴെ നല്ല വ്യൂ അതിനെ കണ്ടോ. അവിടുന്ന് ആൾക്കാർ വരുന്നതൊക്കെ നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ കാണാം. അത്രയ്ക്ക് നല്ലൊരു വ്യൂ കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മൾ നിർത്തുവാണേ. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ഹൈപ്പൊക്കെ ചെയ്യുക. പിന്നെ ഐഫോണിൻ്റെ ഇതിലാണ് നമുക്ക് ഒരുവിധം നല്ല വിഷ്വലൊക്കെ കിട്ടുന്നത് കേട്ടോ. എൻ്റെ ഇപ്പോൾ iPhone 15 ഉള്ളത്. ഒരു 17 Pro എടുക്കാൻ എനിക്കൊരു ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ നടക്കില്ല, കുറേ കഴിയണം. നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഐഫോണിൻ്റെ ഒരു 15 നമ്മൾ എടുക്കുകയാണെങ്കിൽ, അല്ല 15 17 എടുക്കുകയാണെങ്കിൽ നല്ല വിഷ്വലൊക്കെ ഇതിലും കൂടെ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് കിട്ടുമേ. ഇതും കുഴപ്പമില്ല. ഇത് 48 MB ക്യാമറ ഉണ്ട് ഈ 15. മറ്റേ 50 തോന്നുന്നു കേട്ടോ.
പിന്നെ പ്രൊസസ്സറിൻ്റെ വ്യത്യാസം കാണും, പെട്ടെന്ന് ഡൗൺലോഡിങ്ങും പരിപാടിയൊക്കെ നടക്കുവേ. അപ്പോൾ ഭംഗിയുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.